ഹായ് ഫ്രണ്ട്സ്, ഫാത്തിഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നല്ല കേട്ടോ, നല്ല സന്തോഷമായിട്ട് നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു മീറ്റപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും പങ്കെടുത്തിട്ടുള്ള ഒരു മീറ്റപ്പാണ്. നമ്മൾ വി ക്രിയേഷൻസ് ഫാമിലി യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പാണ് കേട്ടോ ഉണ്ടായിരുന്നത്. എമറാൾഡ് റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു മലപ്പുറം പരിപാടി. അപ്പോൾ ഇതാ ഇവിടെ ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 9 മണി മുതൽ 5 മണി വരെ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരും ദൂരം നിന്നൊക്കെ വരുന്നതുകൊണ്ട് തന്നെ എത്തിച്ചേരാനായിട്ട് കുറച്ച് 10:30 അങ്ങനെയൊക്കെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 10:30 കഴിഞ്ഞപ്പോൾ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഫസ്റ്റുള്ള വെൽക്കം ഡ്രിങ്കാണിത്. ഗുവ ജ്യൂസായിരുന്നു കേട്ടോ വെൽക്കം ഡ്രിങ്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുന്നവരൊക്കെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ടാണ് അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര നന്നായിട്ടൊന്നും തോന്നില്ല വെച്ചെങ്കിലും ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ. നമുക്കിവിടെ വന്ന് സ്റ്റേ ചെയ്യാനും ഇവിടെയൊക്കെ കറങ്ങാനൊക്കെ നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു റിസോർട്ടിൽ വന്നിട്ട് തന്നെ ഇവിടെ ഫാമിലി മീറ്റപ്പിന് വന്നവരൊക്കെ മൈസൂരിൽ നിന്ന്, കൊച്ചി, അതേപോലെ ശബരിമല ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മൈസൂരിൽ നിന്ന് വന്നവരൊക്കെ ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ നടുവിലുള്ള ആ ഒരു ഹോളാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ പോയാൽ ഇങ്ങനെ മരങ്ങൾക്കിടയിൽ ഓടിട്ട വീടുകളൊക്കെ കാണുമല്ലോ, അതേപോലെ ആയിരുന്നു കേട്ടോ. ഒരു റിസോർട്ടാണെന്ന് തോന്നൂല വെച്ചെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ പേരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പരസ്പരം പരിചയപ്പെടുത്തലും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കലൊക്കെ തിരക്കിലാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നത്. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വി ക്രിയേഷൻസ് ഫാമിലി യൂട്യൂബ് ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എല്ലാവരും സംസാരിക്കാറുണ്ട്, വോയിസ് ഇടാറുണ്ട് അങ്ങനെ. അപ്പോൾ ഈ വോയിസിലൂടെ മാത്രം കണ്ടിരുന്ന എല്ലാവരും ഒന്ന് ഒരുമിച്ച് കാണാമെന്നുള്ള ഒരു ഇതിലാണ് മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് പേർക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഓരോരോ കാരണങ്ങൾ കൊണ്ട്. അതേപോലെ തന്നെ കുറേ പേര് വിദേശത്തായിരുന്നു, അതുകൊണ്ട് കുറേ പേർക്ക് അങ്ങനെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ വന്നിട്ടൊരു 100-150 പേരോളം മീറ്റപ്പിന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും തന്നെ എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ട് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമ്മളിതാ മീറ്റപ്പ് നടക്കുന്ന ഹാളിൻ്റെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലേ നാട്ടിൻപുറത്തെ. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ളതാണ് കേട്ടോ ഈ ഒരു കാണുന്നതൊക്കെ. ഇതിൻ്റെ അപ്പുറത്ത് പുഴയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. കുറേ പേര് ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ജോലിയിൽ നിന്നൊക്കെ ലീവ് എടുത്തിട്ട് മീറ്റപ്പിന് വേണ്ടിയിട്ട് ദൂരത്തുനിന്ന് വന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് പേര് 2 ദിവസമൊക്കെ കഷ്ടപ്പെട്ട് വന്നവരുണ്ട്. മൈസൂരിൽ നിന്ന് വരിക, അതേപോലെ ശബരിമലയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ മോൻ്റെ ചാനലിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല സന്തോഷമായിട്ടോ അവരെ കണ്ടപ്പോൾ. കാരണം ഒരുപാട് വയസ്സുണ്ട് അവർക്ക്. എന്നിട്ട് പോലും അവർ ഈ ഒരു ഭാഗത്തോട്ട് അവർക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് എല്ലാവരും സ്വയം പരിചയപ്പെട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹാള്. ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ നടുക്കിലായിട്ടാണ് ഈ ഹാൾ കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുകയാണ്. നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഏകദേശം 10:30 മണിയൊക്കെ ആയി. അപ്പോൾ ഒരു 3/4 ഭാഗം ആളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പേരും കൂടെ വരാനുള്ളൂ. അപ്പോൾ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് എല്ലാവരും. അകത്തോട്ട് കയറിയിരുന്നു. ഇനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ നമ്മൾ ഈ മീറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, ഒരു കൊല്ലം മുന്നേ കേട്ടോ. ഒരു ഫസ്റ്റ് മീറ്റപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു കോട്ടക്കുന്ന് വെച്ചിട്ട്. ഇതിൽ കുറച്ച് പേരുണ്ടായിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരൊന്നും വന്നിട്ടില്ല. അപ്പം ഇന്ന് നമ്മുടെ വി ക്രിയേറ്റേഴ്സിൻ്റെ യൂട്യൂബേഴ്സ് ഫാമിലിയുടെ സെക്കൻഡ് മീറ്റപ്പാണ്. അപ്പോൾ ഇത് നമ്മുടെ വി ക്രിയേഷൻസിൻ്റെ സെക്കൻഡ് മീറ്റപ്പാണ് കേട്ടോ. അപ്പോൾ സബിതയാണ് എല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ സ്വയം പരിചയപ്പെടുത്തുകയാണ്. അവളെ ചാനൽ നെയിമും ഒക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഫസ്റ്റ് മീറ്റപ്പിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെക്കൻഡ് മീറ്റപ്പാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതിൽ ഒരുപാട് പേര് അന്നത്ത് വന്നു വരാത്ത കുറേ പേര് ഈ ഒരു മീറ്റപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ. ഓരോരുത്തർ വന്നിട്ട് ഓരോരുത്തരുടെ ചാനൽ നെയിമൊക്കെ പേര് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയില്ല, പക്ഷേ ചാനൽ നെയിം പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. നമ്മൾ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ ഊഴം വന്നു. ഇതിപ്പോൾ ഞാനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്, എൻ്റെ ചാനൽ നെയിമും എന്നെ പരിചയപ്പെടുത്തി, അങ്ങനെ നമുക്ക് സപ്പോർട്ടുള്ള കാര്യങ്ങളും അങ്ങനെ എല്ലാം പറയണം. പിന്നെ നമുക്ക് അറിയാവുന്ന
യൂട്യൂബിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഓരോരുത്തരുടെ കൂടെ വന്ന് ഓരോരുത്തരും അങ്ങനെ സംസാരിച്ച് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ മോള് നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവൾ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അത് കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മ്യൂട്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ ശബരിമലയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അച്ഛനും അമ്മയും അവരുടെ മോനക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞത്. റെണ്ണിക്കാരൻ മച്ചാൻ പറഞ്ഞിട്ട് ചാനലിൻ്റെ നെയിം. അപ്പോൾ അവരെ ഒന്ന് അനുമോദിക്കുക. പിന്നെ ഇത് ഷെരീഫ് അൻസാരി നമ്മുടെ ഒരു ചാനലുള്ള അവരുടെ ഉപ്പയാണ്. അപ്പോൾ അവർക്ക് വേറെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ അവർ നേരത്തെ വന്നിട്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ട് പോയിട്ടോ. പിന്നെ ഇതെൻ്റെ മോളാണ്. അപ്പോൾ അവൾ നന്നായിട്ടൊരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു ഷാറൂഖ് ഖാൻ്റെ സിനിമയത്തെ ഒരു സോങ്ങൊക്കെ വെച്ചിട്ട്. അതേപോലെ ഓരോരുത്തർക്ക് പറ്റുന്ന പോലെ പരിപാടി പാട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും. പിന്നെ ഫുഡിൻ്റെ ഏകദേശം 1:50 നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഫുഡിൻ്റെ ടൈമാണ്. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നമുക്കുണ്ടായിരുന്നത്. അതുപോലെ വൈകുന്നേരത്തെ ചായയും പഴംപൊരിയും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഫുഡിന് ശേഷം ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവൾക്ക് സ്വിമ്മിംഗ് പൂളിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡ്രസ്സൊന്നും വേറെ കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ ഇറങ്ങിയിട്ടൊന്നുമില്ല. വെറുതെ ഇങ്ങനെ കാലിട്ടിട്ട് കുറച്ച് നേരം അവൾ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2:45 ആയിട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പിന്നെ പരിപാടി വേറെ ഒന്നുമില്ല. 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗസ്റ്റ് ആദ്യം വന്നു പോയി. പിന്നെ ടോട്ടലി 3 ആളായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കി 2 പേരും കൂടെ ഉണ്ട്. അപ്പോൾ ഒന്ന് വെഹിക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ സാറായിരുന്നു കേട്ടോ. അപ്പോൾ സാറ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ, എല്ലാ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. അത് നല്ല കോമഡി രീതിയിലാണ് സാറ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് നല്ല ഇഷ്ടമായിട്ടോ. സാറിൻ്റെ ഓരോരോ പറച്ചിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഡാൻസറാണ് കേട്ടോ സഞ്ജീവ് കുമാർ. അത് ഈ സന്തോഷ് കുമാർ സാറിൻ്റെ അനിയനാണ്. അപ്പോൾ അവർ നന്നായിട്ട് ഡാൻസ് ചെയ്യും കേട്ടോ. ഒരു പ്രൊഫസറാണ്. ഡാൻസ് അവരുടെ പാഷനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഡാൻസ് ചെയ്യും പറഞ്ഞാൽ നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഡാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള സോങ്ങൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ സോങ്ങൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരുപാട് പേർക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സോങ്ങൊക്കെ കട്ട് ചെയ്തു. നല്ല സൂപ്പറായിട്ട് ആൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പിന്നെ സാറ് കുറച്ച് സാറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി. പിന്നെ ഒരു ഡാൻസും കൂടെ സാറ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ കൂടിയിട്ടോ ഡാൻസ് കളിക്കാനായിട്ട്. അതിനുശേഷം മൊമെൻ്റ് വിതരണം ചെയ്തു. പാട്ട് പാടിയവർക്കും ഡാൻസ് കളിച്ചവർക്കൊക്കെ മൊമെൻ്റ് കുറച്ച് കൊടുത്തു. പിന്നെ കുറച്ച് പേരൊക്കെ ഈ ഒരു ടൈമിൽ പോയിട്ടോ ദൂരത്തു നിന്നുള്ളവരൊക്കെ. പിന്നെ ഈ സാറ് കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു. സാറ് നല്ല കോമഡിയിലാണ് നമുക്ക് പറയുന്നത് വെച്ചെങ്കിലും ഒക്കെ നല്ല മനസ്സിലാവാനുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മൊമെൻ്റ് വിതരണമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ മൊമെൻ്റ് മേടിച്ചിട്ട് 4:30 മണിയായപ്പോൾ ഇറങ്ങിയിട്ടോ. ഏകദേശം 10:30 മണിയായി എറണാകുളത്ത് തിരിച്ചെത്തിയപ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് ഒരുപാട് കുക്കിങ്ങിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ചാനലൊന്ന് കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.